പ്രധാനമന്ത്രിയുടെ പ്രശംസ നേടിയ എറണാകുളം സൗത്ത് ചിറ്റൂർ സ്കൂൾ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. ഫുട്ബോൾ ലോകകപ്പ് ആവേശവും സംസ്കൃത ഭാഷാ പഠനവും സമന്വയിപ്പിച്ച് നടപ്പാക്കിയ അക്ഷരകന്തുകം പദ്ധതിയാണ് കഴിഞ്ഞ ദിവസം മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചത്. മിഥുൻ അയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിൽ കേരളത്തിലെ ഒരു സ്കൂളിനെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. അവിടുത്തെ വേറിട്ട രീതിയിലുള്ള സംസ്കൃത പഠനത്തെക്കുറിച്ചും അക്ഷരകന്തുകം എന്ന പേരിലായിരുന്നു ആ ഒരു സംസ്കൃത പഠനം ഉണ്ടായിരുന്നത്. അത് ഈ കഴിഞ്ഞ വേൾഡ് കപ്പ് എങ്ങനെ സംസ്കൃത പഠനവുമായി ക്ലബ് ചെയ്തുകൊണ്ട് സംസ്കൃത പഠനം നടത്താം എന്നുള്ള ഒരു കൗതുകരവും ഏറെ ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു ഉള്ളത്. ഇപ്പോൾ നമ്മൾ ആ ക്ലാസ് റൂമിലേക്ക് കടക്കുകയാണ്. ആ ക്ലാസ് റൂം സാറേ പക്ഷേ കടന്നോട്ടെ. ഇതാണ് അക്ഷരകന്തുകം എന്ന് പറയുന്ന ക്ലാസ് നടക്കുകയാണ്. സംസ്കൃതമാണ്. സംസ്കൃതത്തിൽ ലോകകപ്പിലെ വിവിധങ്ങളായിട്ടുള്ള പേരുകൾ, വാചകങ്ങൾ, വാക്കുകൾ അതെല്ലാം അക്ഷരങ്ങളാക്കിക്കൊണ്ടുള്ള ഒരു പഠന രീതി, അതായത് സംസ്കൃതത്തിലുള്ള അക്ഷരങ്ങളാക്കിയുള്ള ഒരു പഠന രീതി. പക്ഷേ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ ആവേശത്തിൽ സംസ്കൃതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന ഈ ഒരു സമയത്ത് സംസ്കൃത പഠനം, ആ വേൾഡ് കപ്പിൻ്റെ ഫുട്ബോളിൻ്റെ ഒരു ആവേശം എങ്ങനെ നമുക്ക് സംസ്കൃത ഭാഷയിലേക്ക് കൊണ്ടുവരാമെന്നതിൻ്റെ ചിന്തയിലാണ് ഇത്തരത്തിലൊരു കാർഡ് തയ്യാറാക്കിയിരിക്കുന്നത്. കാർഡ് ഇവിടെ എല്ലാ കുട്ടികൾക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ അത് നോക്കി അതിനകത്തുള്ള സംസ്കൃത പദവും മലയാള അർത്ഥവും ഇംഗ്ലീഷ് അർത്ഥവും ഒക്കെ പറയും. അപ്പോൾ അത്രയും വാക്കുകൾ അവർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഇതാണോ കാർഡുകൾ? ഇതാണ് ആ കാർഡുകളെല്ലാം കുട്ടികൾക്ക് ഗ എന്ന് പറഞ്ഞു വയ്ക്കുന്നത് ഗണഹ. ഓക്കെ. ഉത്സവം, ഫുട്ബോൾ മാമാങ്കം എന്നുള്ള ഒരു ഹർഷഹ, ആനന്ദം. ഇത് അതിൻ്റെ വലിയ രൂപമാണല്ലേ? ഇത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ പഠിപ്പിക്കുന്നത്. ഇത് അതിൻ്റെ വലിയ രൂപം നമുക്ക് വലുതായിട്ട് കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കാം. ഇപ്പം ഇതിനകത്ത് ഒന്ന് വായിച്ചെല്ലാവരും. ഇതേപോലെ ഇത്രയും ആവേശത്തോടാണ് കുട്ടികൾ വായിക്കുന്നത്. ഇത് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേട്ടായിരുന്നോ? എന്ത് തോന്നി പ്രധാനമന്ത്രി നമ്മുടെ സ്കൂളിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ? സന്തോഷം തോന്നി. ഈ കാർഡ് വെച്ച് നമുക്ക് കുറേ പഠിക്കാൻ പറ്റി. അക്ഷരമൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഈ കാർഡ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. നമ്മുടെ സ്കൂളിൻ്റെ പേരൊക്കെ പറഞ്ഞപ്പോൾ സന്തോഷപ്പെട്ടു? സന്തോഷമായി. ഇതെന്തുവാ ഈ മോനെ ഫുട്ബോളിൽ ഏത് ടീമായിരുന്നു? അർജന്റീന. ആണോ? ഫൈനലിൽ തോറ്റയിൽ വിഷമമായോ? പക്ഷേ മാഷിന് ക്ലാസ് ഉഷാറായിരുന്നു. ഇനി ഇങ്ങനെ തന്നെ പോവാ? ഇനി ഇങ്ങനെ തന്നെ വെറൈറ്റി ആയിട്ട് സംസ്കൃതം പഠിക്കാനാണ് ആഗ്രഹം? ഇങ്ങനെ അതിനു മുമ്പ് സംസ്കൃതത്തോട് ഇഷ്ടമാണോ? എനിക്ക് സംസ്കൃതത്തിനോട് ഇഷ്ടമാണ്. സിമ്പിളാണ്. ഓക്കെ. മോളെ എങ്ങനെയുണ്ട് ഈ ക്ലാസ്? എങ്ങനെയുണ്ട് ഈ വേൾഡ് കപ്പ് വെച്ചിട്ടുള്ള ക്ലാസ്? നന്നായിട്ടുണ്ട്. ഇഷ്ടമായി? പ്രധാനമന്ത്രി നിങ്ങളുടെ സ്കൂളിനെ കുറിച്ച്, നമ്മുടെ മാഷിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എന്ത് തോന്നി? നല്ല സന്തോഷം തോന്നി. ഞങ്ങളുടെ സ്കൂള് ഇത്ര ഇതായില്ലേ, അത് വേൾഡ് കപ്പിൻ്റെ ആവേശവും കിട്ടി. പക്ഷെ അതിനോടൊപ്പം തന്നെ പഠിക്കാനും പറ്റി. ആവേശത്തോടെ പഠിക്കാനും പറ്റി. എല്ലാവരും പഠിക്കാനും തോന്നി. എല്ലാവർക്കും ഗ്രൗണ്ടിലെ എനർജി ക്ലാസ് റൂമിലും വന്നല്ലേ? യെസ്. അതാണ്, കുട്ടികളെല്ലാം തന്നെ ആവേശത്തിലാണ്. ഈ വേറിട്ട ഒരു പഠന രീതി. പക്ഷേ ഈ സ്കൂൾ അധികൃതരൊക്കെ എന്ത് പറഞ്ഞു? ഈ ഒരു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ഒരു അഭിനന്ദനം? പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം ഈ സ്കൂളിനും ഇവിടുത്തെ ഈ ചിറ്റൂരിലെ എല്ലാവർക്കും, പിന്നെ സംസ്കൃതത്തെ സ്നേഹിക്കുന്നവർക്കും സംസ്കൃത അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇതുപോലുള്ള പ്രവർത്തനങ്ങളെ എടുത്ത് ലോകത്തോട് പറയുമ്പോൾ അത് ഇതിനെ സ്നേഹിക്കുന്നവർക്കൊക്കെ തന്നെ വലിയൊരു ഊർജ്ജം നൽകും. ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാണ് അദ്ദേഹത്തിൻ്റെ വലിയ വാക്കുകൾ. ഇതിനെ നമുക്ക് ഈ വിദ്യാലയത്തിലേക്ക് സപ്പോർട്ട് തന്ന ഇവിടുത്തെ പ്രധാനാധ്യാപകൻ ജിബിൻ സാർ, ഇവിടുത്തെ എല്ലാ അധ്യാപകരും അനധ്യാപകരും ഇവിടുത്തെ നാട്ടുകാരും വിദ്യാർത്ഥികളൊക്കെ മാതാപിതാക്കളൊക്കെ വലിയ സപ്പോർട്ടാണ് ഇത്തരത്തിലൊരു പ്രവർത്തനത്തിന് പിന്തുണ നൽകുന്നത്. തീർച്ചയായിട്ടും സ്കൂളിലെ സംസ്കൃത അധ്യാപകനാണ് അഭിലാഷ് ടി പ്രതാപ്. അദ്ദേഹത്തിൻ്റെ ഈ വേറിട്ട അതേസമയം തന്നെ കൗതുകത്തോടു കൂടിയ രീതിയിലുള്ള, അതേപോലെ തന്നെ ബുദ്ധിപൂർവമായിട്ടുള്ള ഈ ഒരു ഇടപെടൽ, അത് ഈ ഒരു പഠന രീതി വിദ്യാർത്ഥികൾക്ക് വളരെ രീതിയിലുള്ള ഒരു ആവേശമുണ്ടാക്കിയിരിക്കുകയാണ്. ദേശീയ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഈ സ്കൂളും ഈ അക്ഷരകന്തുകം എന്ന് പറയുന്ന ഈ പഠന രീതിയും. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം മിഥുൻ അയ്യപ്പൻ, ജനം, കൊച്ചി.